ജിന്നുബാധയേറ്റ ഒരു വ്യക്തിയെ സ്വയമോ അല്ലെങ്കിൽ മറ്റു ആളുകൾ വഴിയോ ചികിത്സിക്കുന്ന റുഖിയ ശരിയ രീതി, അത് പരിധി വിട്ടുകൊണ്ട് അത്തരം രൂപത്തിൽ ആത്മീയ ചികിത്സാ കേന്ദ്രങ്ങളും ചൂഷണങ്ങളും ഒക്കെ നടന്നിട്ട് സമൂഹം വീണ്ടും പഴയ ഒരു യുഗത്തിലേക്ക് പോകുമെന്നതാണ് ആരോപണം. അപ്പൊ ഇവിടെ പ്രാമാണികമായി തെളിഞ്ഞ റുഖിയ ശരിയ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ട്, എന്നാൽ അതോടൊപ്പം അതിന്റെ പരിധി വിടുന്നത് ഒരുപാട് സലഫി പണ്ഡിതന്മാർ കൃത്യമായി അതിനെ തടയുകയും അതുപോലെ അതിന്റെ ആശങ്ക അവർ പ്രമാണങ്ങളിൽ രേഖപ്പെടുത്തുകയും ചെയ്ത സ്ഥിതിക്ക് എങ്ങനെ കൃത്യമായി റുഖിയ ശരിയയുടെ ആ പരിധി നിർത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പരിധി ഏതു രംഗത്തും വിടാൻ പാടില്ല. റുഖിയയിൽ മാത്രമല്ല, സ്വതക്ക ചെയ്യുന്നിടത്ത് പോലും എന്താണ്, സ്വതക്ക ചെയ്യുന്നിടത്ത് പോലും പരിധി വിടാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വതക്ക ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് റുഖിയ ശർഇയ്യയെ വേണ്ട, അതില്ല എന്ന് പറയുന്നു, അത് ശരിയല്ല. റുഖിയ ശിർക്കിയ നമ്മുടെ നാട്ടിലുണ്ട്, അത് ജാഹിലിയ്യ കാലം മുതലേ ഉണ്ട്. മക്കയിൽ നബി തങ്ങൾ വരുന്ന കാലത്ത് അവിടെ റുഖിയ ഉണ്ട്. ആ റുഖിയ ഏതാ? ശിർക്കായ റുഖിയ. എന്നിട്ട് ഇസ്ലാമിലേക്ക് വന്ന് അള്ളാഹു റസൂൽ ഇതെല്ലാം പഠിപ്പിച്ചപ്പോ പല സ്വഹാബിമാരും വന്ന് ചോദിച്ചു, റസൂലേ, ഞങ്ങൾ പഴയ കാലത്ത് മന്ത്രിക്കുമായിരുന്നു, ആ മന്ത്രം ഞങ്ങൾക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റുമോ? നബി തങ്ങൾ പറഞ്ഞു, ആയിരൂ അലയ്യ റുഖാക്കും, നിങ്ങളുടെ മന്ത്രങ്ങൾ നിങ്ങൾ എനിക്ക് പ്രദർശിപ്പിച്ചു തരിക. ലാ ബഅസ ബിർറുഖാ മാ ലം യകുൻ ശിർക, ശിർക്കില്ലെങ്കിൽ മന്ത്രത്തിന് തകരാറില്ല. അപ്പോൾ ആ മാനദണ്ഡമാണ് പാലിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ അതിന്റെ മറവിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. ജിന്നുബാധയുടെ പേരിൽ, ജിന്നുബാധയുണ്ട്, ഖുർആനും ഹദീസും പഠിപ്പിച്ചതാണ്. ജിന്നുബാധയുടെ പേരിൽ ജിന്ന് ഇറക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പിശാചിന്റെ ഏജന്റുമാരായ തങ്ങന്മാരും ബീവിമാരും സിദ്ധന്മാരെയും ഒക്കെ പോയി കാണുന്നു. യഥാർത്ഥത്തിൽ അവരെല്ലാം ശൈത്വാന്റെ ഏജന്റുമാരാണ്. തങ്ങളെന്ന് പേരിട്ടാലും ബീവി എന്ന് പറഞ്ഞാലും ബാബ എന്ന് പറഞ്ഞാലും ഏത് പേര് പറഞ്ഞാലും അവരെല്ലാം പിശാചിന്റെ ഏജന്റുമാരാണ്. പിശാച് നൽകുന്ന നിർദ്ദേശങ്ങളാണ് അവർ പാലിക്കുന്നത്. പിശാച് നിശ്ചയിക്കുന്ന മന്ത്രങ്ങളാണ് അവർ സമൂഹത്തിന് കൊടുക്കുന്നത്. പിശാച് പറയുന്ന പണികളാണ് അവർ ആളുകൾ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇതെല്ലാം ചെയ്യുമ്പോൾ പൈശാചികമായ ഉപദ്രവം തൽക്കാലം ഒരു പക്ഷേ അവർക്ക് ആശ്വാസം കിട്ടിയേക്കാം. ഇത് വിശ്വസിച്ചുകൊണ്ട് ആളുകൾ ഇയാൾ വലിയ സിദ്ധനായും വലിയ കഴിവുള്ളവനായും ആളുകൾ ഇയാളെ പറ്റി ധരിക്കുന്നു. അത് ശിർക്കിൽ പോയി ചാടുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ശിർക്കിലേക്ക് പോകുന്ന ഒരു വഴി അതാണ്, സിദ്ധന്മാരുടെ പിന്നാലെ. എന്താ അസുഖം വന്നാൽ നേരെ അവിടെ ചെല്ല, തങ്ങളെന്താ എഴുതി കൊടുക്കും, ഒരു നൂല് കൊടുക്കും, ഒരു വെള്ളം കൊടുക്കും, അത് കയ്യിൽ കെട്ടിയ ഒരു പ്രശ്നമില്ല, ആ വെള്ളം കുടിച്ചാൽ പ്രശ്നം തീരും എന്ന് വിശ്വസിക്കുന്നു. അവിടെ പോയി ചെയ്യുന്നു, തൽക്കാലം ഒരു ആശ്വാസം കിട്ടുന്നു. കിട്ടിയേക്കാം, കിട്ടാതിരുന്നേക്കാം. പക്ഷെ അതോടുകൂടി അവൻ ശിർക്കിന്റെ ആളായി മാറുന്നു. പിന്നെ എത്ര കാലം ഏത് കാലത്ത് എന്തുണ്ടായാലും അതെല്ലാം അയാൾ നേരെ ഈ തങ്ങളിലേക്ക് വരുന്നു. അയാളെ കുടുംബത്തിൽ ആർക്കുണ്ടായാലും ഈ തങ്ങൾക്ക് അയാൾ കൊണ്ടുപോകുന്നു. അയാൾ നാട്ടിൽ ആർക്കെന്നുണ്ടായാലും ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നു. ഇയാൾ തങ്ങളുടെ ഏജന്റായി മാറുന്നു. ശൈത്താൻ അവിടെ വിജയിക്കുന്നു, ശിർക്കിൽ ചെന്ന് ചാടുന്നു. എന്തു വേണം? ഇതിന് അതിനപ്പുറമുള്ളൊരു വഴി വേണം. റബ്ബിനോട് കാവൽ തേടണം, റബ്ബിലേക്ക് മടങ്ങണം, തഖ്വയിലൂടെ ജീവിക്കണം, തൗഹീദ് ഉറപ്പിക്കണം, തവക്കുൽ വേണം, ഈമാൻ വേണം, യഖീൻ വേണം, നന്മകൾ വർദ്ധിപ്പിക്കണം. ആ വഴിക്ക് ശൈത്വാനെ പരാജയപ്പെടുത്തണം. അതിന് പഠിപ്പിക്കപ്പെട്ട മന്ത്രങ്ങളുണ്ട്. ഖുർആനിലൂടെയും ഹദീസിലൂടെയും പഠിപ്പിക്കപ്പെട്ട മന്ത്രങ്ങൾ, ആയത്തുൽ കുർസി പോലെയുള്ള, ഫാത്തിഹ പോലെയുള്ള, മുഅവ്വിദത്തൈനി പോലുള്ള, സൂറത്തുൽ ഇഖ്ലാസ് പോലെയുള്ള, നബി തങ്ങൾ പഠിപ്പിച്ച പ്രത്യേക ദുആകൾ പോലെയുള്ള, സ്വഹാബത്ത് ഉപയോഗിച്ച പല ദുആകളും പോലെയുള്ള പ്രത്യേകമായ മന്ത്രങ്ങൾ. അത് സ്വയം ചെയ്യാൻ പ്രത്യേകമായി ആളുമുണ്ടാകാം. ഹദീസിലും ഖുർആനിലും സൂചന വന്നിട്ടുണ്ട്. മരണസമയം പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞു, എന്ന് പറഞ്ഞിട്ട് അവിടെ കാണാം, മന്ത്രിക്കുന്നവനായി ആരുണ്ട് എന്ന് ചോദിക്കപ്പെട്ടാൽ. മന്ത്രം കേവലം പ്രാർത്ഥനയാണെങ്കിൽ എല്ലാവർക്കും ചെയ്യാലോ, എല്ലാവരും മന്ത്രിക്കാം. പ്രസംഗിക്കാൻ ചില സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും. വിവരമുള്ള എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയണമെന്നില്ല, പ്രസംഗിക്കണ എല്ലാവർക്കും വിവരം ഉണ്ടാകണമെന്നില്ല. ഇനി പ്രസംഗിക്കണ എല്ലാവർക്കും മറുപടി പറയാൻ പറ്റണമെന്നില്ല, മറുപടി പറയുന്ന എല്ലാവരും മുഖാമുഖം നടത്തണമെന്നില്ല, മുഖാമുഖം നടത്തുന്ന എല്ലാവരും വാദപ്രയോഗത്തിന് പോകണമെന്നില്ല. ഓരോ ഏരിയയിൽ ഓരോരുത്തർക്ക് താല്പര്യം ഉണ്ടാവും. ഇതൊന്നും ഇല്ലാത്തവനും ചിലപ്പോൾ എഴുതാൻ കഴിയും, നല്ല ലേഖനം എഴുതും, പക്ഷെ ഒരു അക്ഷരം അവന് പ്രസംഗിക്കാൻ കഴിയില്ല. ചിലർ നല്ലോണം പ്രസംഗിക്കും, പക്ഷെ ഒരു അക്ഷരം എഴുതാൻ കഴിയില്ല.
ഇതൊക്കെ ഉണ്ടാകാം. മന്ത്രത്തിലും അത്തരം സംവിധാനങ്ങൾ ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഹഫ്സ ബീവിയുടെ അടുത്തേക്ക് ഭാര്യയുടെ ചെന്നപ്പോൾ ഷിഫ എന്ന സ്ത്രീ അവിടെ ഇരിക്കുന്നു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നീ ഹഫ്സയെ എഴുത്തു പഠിപ്പിച്ചതുപോലെ എനിക്ക് എന്തുകൊണ്ട് നംലത്ത് എന്ന മന്ത്രം എനിക്ക് അവരെ പഠിപ്പിച്ചുകൂടാ? അപ്പൊ ഷിഫ എന്ന സ്ത്രീ അത് ചെയ്തിരുന്നവരാണ്. ശ്രദ്ധിക്കേ, അതിന് കളിക്കലേ, ആളുകൾ ശ്രദ്ധിക്കൂല. ഷിഫ എന്ന സ്ത്രീ അത് ചെയ്തിരുന്നവളാണ്. അതേപോലെ തേളുകുത്തിയ സംഭവം, ഒരു ഗോത്രത്തവൻ തേളുകുത്തിയ സംഭവം നമുക്കറിയാം, ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്. ചില സ്വഹാബികൾ വഴിക്ക് പോയി ഒരു നാട്ടിൽ ചെന്നു. അവിടെ അവരോട് എന്ത് ചെയ്തു? തങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആതിഥ്യം അരുളണം എന്ന് പറഞ്ഞു. അവർ തിരസ്കരിച്ചു. ആ ഗോത്രത്തലവനെ തേളോ ഒരു വിഷജന്തുന്തോ കടിച്ചു, വിഷമേറ്റു, ഉൾക്കൊരു പ്രയാസമായി. അവർ ഇവരെ സമീപിച്ചു, ഈ സ്വഹാബത്തിനെ. ഇത് ചോദിച്ചു, നിങ്ങളെ പക്കൽ വല്ല മരുന്നുമുണ്ടോ, അല്ലെങ്കിൽ മന്ത്രിക്കുന്നവനുണ്ടോ? മന്ത്രം കേവലം ദുആയാണെങ്കിൽ ഞങ്ങൾ ഇതാണ് ഒരുക്കുമല്ലോ എന്ന് പറയും. അതല്ല. അപ്പൊ ഇവൻ പ്രാർത്ഥിക്കും, ഇവൻ മന്ത്രിക്കും. അയാൾ ചെന്നു, ഫാത്തിഹ ഓതി മന്ത്രിച്ചു. അയാളെ വിഷമിറങ്ങി, സുഖമായി. ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവമാണ്. കെ.എം. മൗലവിയുടെ ഫത്വകളിൽ നമുക്കിത് കാണാൻ കഴിയും. എ.പി. അബ്ദുൽ ഖാദിർ മൗലവിയുടെ ചോദ്യങ്ങൾ മറുപടികൾ എന്ന പുസ്തകത്തിന്റെ 1-ാമത്തെ വാള്യത്തിൽ 2-ാമത്തെ അധ്യായം അതാണ് നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ അത്തരം ചില ആളുകൾ ഉണ്ടാവാം. പക്ഷെ അതിന് ക്ലിനിക് ഉണ്ടാക്കാനും ഒരാളിങ്ങനെ ഇരിക്കാനും അയാൾക്ക് അപ്രമാദത്തിന് കൽപ്പിക്കാനും ഒരിക്കലും നമുക്ക് പ്രമാണത്തിന് പിൻബലം ഇല്ല. ആർക്കും ചെയ്യാം, ഒന്നുകിൽ ഓർക്ക് സ്വയം ചെയ്യാം. ഇത്തരം മന്ത്രങ്ങളൊക്കെ പഠിച്ച്, ഹദീസുകൾ പഠിച്ച്, ആയത്തുകൾ പഠിച്ച് അത് സ്വയം ഒരാൾക്ക് ജീവിതത്തിൽ പാലിക്കാം. അതൊരു അസുഖം വരുമ്പോൾ മാത്രമല്ല, നിത്യമായ ജീവിതത്തിൽ അയാൾ പാലിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പ്രത്യേകമായ സമരമായി പഠിപ്പിക്കപ്പെട്ടതുണ്ട്. സമരം ആവശ്യം വരുമ്പോൾ അത് ഉപയോഗിക്കാം. ഇനി ചിലപ്പോൾ രോഗിക്ക് ചെയ്യാൻ കഴിയില്ല, അയാൾ ഒരു പക്ഷെ പറ്റ ഉന്മേഷമില്ലാതെ ഒരേ കിടപ്പ് കിടക്കുന്നു. അയാൾ ഭാര്യക്കോ ഭർത്താവിനോ ഉമ്മക്കോ വാപ്പാക്കോ മക്കൾക്കോ അയൽവാസിക്കോ ഒക്കെ ചെയ്യാം. അതിന് പള്ളിക്കല മൗലവിനെ വേണമെന്നില്ല, അതിന് ഒരാളെ പ്രത്യേകം കാണണമെന്നില്ല. അതേസമയം അങ്ങനെ സംവിധാനമില്ല എങ്കിൽ തഖവല്ല മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളായ വിശ്വാസികളായ സുഹൃത്തോ സഹോദരൻ ഉണ്ടെങ്കിൽ വേണ്ടി പറയാൻ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് സഹായിക്കണം. ആ തരത്തിലാണ് നാം അതിനെ കാണേണ്ടത്. സ്വഹാബത്തിൽ ചിലർ പ്രത്യേകമായി മന്ത്രിക്കുന്ന വിഷയത്തിൽ അറിയപ്പെട്ടവരുണ്ട്. നേരത്തെ പറഞ്ഞ ഷിഫയെ പോലുള്ള സ്വഹാബി വനിതകൾ. പക്ഷെ ഓലും അങ്ങനെ പ്രത്യേകം അതൊരു ഏർപ്പാടാക്കി വീട്ടിലിരുന്ന് എല്ലാവരും ഇങ്ങനെ വന്ന് കണ്ട് ഓയിങ്ങനെ ചെയ്തു കൊടുത്ത് അതൊരു കച്ചവടമാക്കി മാറ്റിയ സിസ്റ്റം പോലും ചെയ്തിട്ടില്ല. ആ രംഗത്ത് നാട്ടിൽ എന്തുണ്ട്? ഒരുപാട് അപകടങ്ങളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. ശിർക്കിയായ റുഖ്യ എന്താണ്, ശർഈയായ റുഖ്യ എന്താണ്, രണ്ടും നമ്മൾ വേർതിരിക്കണം. ഏതുപോലെ സിയാറത്ത് ശിർക്കിയുണ്ട്, ശർഈയുണ്ട്. ശിർക്കായ സിയാറത്തുണ്ട്, സിയാറത്ത് പോയി കാട്ടിക്കൂട്ടുന്ന ഏർപ്പാടുകൾ, അത് പാടില്ല നമ്മൾ പറയുമ്പോ മറ്റേ സിയാറത്ത് പാടില്ല എന്ന് പറയോ? ഇല്ല, സിയാറത്തുണ്ട്. ആ സിയാറത്തിന് ഇപ്പൊ നമ്മുടെ ഇടയിൽ ഇപ്പോഴും വല്ലാതെ വ്യാപകമാകാത്ത സുന്നത്താണ് ഖബർ സിയാറത്ത്. ഇവിടുത്തെ ഹദീസൊക്കെ പഠിപ്പിട്ട് നമ്മളൊക്കെ സിയാറത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് മറ്റേ ശിർക്ക് സിയാറത്ത് ഉണ്ടാക്കാനുള്ള പണിയാണ് എന്ന് പറയോ? ഇല്ലല്ലോ. സിയാറത്തുണ്ട്, സുന്നത്താണ്. മരണസ്മരണക്ക് വേണ്ടി, പരലോകം ഓർക്കാൻ വേണ്ടി ചെയ്യണം. അപ്പൊ അതിന്റെ വഴികൾ പഠിപ്പിക്കാം. മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ ദിക്ർ ചൊല്ലാൻ പാടില്ല, സംസാരിക്കാനും പാടില്ല. നമ്മളത് പറഞ്ഞു കൊടുക്കണം. സംസാരിക്കാതെന്നാലും ഉണ്ടാകുന്നാല് ദിക്ർ തുടങ്ങും എന്ന് വിചാരിച്ചിട്ട് വേറെ വർത്തമാനം പറയാൻ പറ്റുമോ? ഇല്ല. ദിക്ർ നിർത്തിയാല് സംസാരിക്കും, അതുകൊണ്ട് ദിക്ർ ചൊല്ലാൻ പറ്റുമോ? ഇല്ല. രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. ദുആ സമ്മേളനമില്ല, പക്ഷെ ദുആയുണ്ട്. ദിക്ർ ഹൽഖയില്ല, പക്ഷെ ദിക്റുണ്ട്. നമസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥനയില്ല, പക്ഷെ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയുണ്ട്. അപ്പൊ എന്നതുപോലെ ശിർക്കായ മന്ത്രങ്ങൾ പാടില്ല, ശർഈയായ മതം അംഗീകരിച്ച മന്ത്രങ്ങളുണ്ട്. അത് എല്ലാവരും പഠിക്കുക, ആരെങ്കിലും ഒരാളല്ല, എല്ലാവരും പഠിക്കുക. നിത്യജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും മര്യാദകളും ദിക്റുകളും എല്ലാം നമ്മളൊക്കെ പഠിക്കുക. അത് ഒരു അസുഖമില്ലെങ്കിലും സ്ഥിരം ചെയ്യേണ്ട മന്ത്രങ്ങളുണ്ട്, അത് നമ്മൾ സ്ഥിരം ചെയ്യുക. ഒരു പ്രയാസം വന്നാൽ ശിഫയ്ക്ക് വേണ്ടി നബി പ്രത്യേകം പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അത് നമ്മൾ പ്രത്യേകം പഠിക്കുക. രോഗിയെ ചെന്ന് കണ്ട നബി തങ്ങൾ വേദനയുള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യുമായിരുന്നു. നമ്മൾ ആ ദുആ നമ്മൾ പഠിക്കുക, അത് നമ്മൾ ചെയ്യുക. നമ്മൾ രോഗിയെ പോയി കാണുമ്പോൾ ഇവരൊക്കെ ചോദിച്ച് തിരിച്ചു പോരും. അല്ല, നബി പഠിപ്പിച്ചിട്ടുണ്ട്, വേദനയുള്ള ഭാഗത്ത് കൈവെക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബസ് ഇശ്ഫി അൻത ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ. ഇത് പൊരുത്തം പ്രാർത്ഥിച്ചാൽ മറ്റും ചോദിക്കും, അത് ആരെങ്കിലും പള്ളിക്ക ഉസ്താദായിരിക്കും. ആ പള്ളിക്ക ഉസ്താദിന് മാത്രമേ ഇതുള്ളൂ എന്നാണ് ആളുകൾ ധാരണ. നമ്മളെല്ലാരും പഠിക്കണം, എല്ലാരും അത് പ്രാവർത്തികമാക്കണം. അങ്ങനെ ഉപയോഗിക്കുന്ന സ്ഥലത്തല്ല അത് ഉപയോഗിക്കണം. അപ്പൊ ഇങ്ങനെ ശിഫയുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച ആയത്തുകളും ഹദീസുകളും അടങ്ങുന്ന മന്ത്രങ്ങൾ, സ്വഹാബത്ത് ഉപയോഗിച്ച മന്ത്രങ്ങൾ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ സ്വീകരിക്കണം. മന്ത്രം കേവലം പ്രാർത്ഥനയല്ല. കാരണം ഒരു കാലത്ത് മന്ത്രം പാടില്ല എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ പ്രാർത്ഥന പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല.
ശിർക്കില്ലാത്ത മന്ത്രം പറ്റുന്ന പിന്നെ അല്ലാഹുവിന്റെ റസൂൽ ഇളവ് കൊടുത്തതാണ്. മന്ത്രിക്കുന്ന പ്രത്യേകം സ്വഹാബത്തുണ്ടായിരുന്നു, പക്ഷെ പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഒരു സ്വഹാബിയെ പ്രത്യേകമില്ല നിശ്ചയിച്ചിട്ടില്ല. നബി മന്ത്രം പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടില്ല. നിങ്ങളെ മന്ത്രം എനിക്ക് കേൾപ്പിച്ചു തരൂ, ഞാനൊന്ന് നോക്കട്ടെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ദുആ ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ രണ്ടും നമ്മൾ എന്തുണ്ട്, വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കും. മലക്കുകൾ പ്രാർത്ഥന കേൾക്കും. ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ മലക്കുകൾ നമ്മളെല്ലാ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തുമ്പോൾ അവർ കേൾക്കുന്നുണ്ടല്ലോ. പ്രാർത്ഥന ആ ചോദ്യം ഒരുപാട് ആക്കുള്ള ചോദ്യമാണ്. ആ ചോദ്യം വരാനുള്ള കാരണം എന്റെ സൂപ്പർ ബസാർ മുഖാമുഖവുമാണ്. റഖീബ് അതീദിനോട് പ്രാർത്ഥിച്ചാൽ അവര് പ്രാർത്ഥന കേൾക്കില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ കേൾക്കുന്നു മറ്റേയാള് പറഞ്ഞു. അപ്പൊ ആ ഭാഗത്തിൽ ചെറിയ വിശദീകരണത്തിന് കുറവുള്ളതുകൊണ്ട് പല ആൾക്ക് സംശയങ്ങൾ കേൾക്കൂലേന്നാ. പ്രാർത്ഥന കേൾക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പ്രാർത്ഥന കേവലമായ പദങ്ങൾ കേൾക്കോ എന്നാണെങ്കിൽ മലക്കൾ മാത്രമല്ല പലരും കേൾക്കും. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ പ്രാർത്ഥിക്കാം അല്ലാഹുമ്മഗ്ഫിർലി, നമ്മളൊക്കെ കേട്ടില്ലേ, എല്ലാരും കേട്ടില്ലേ? അല്ലാഹുമ്മഗ്ഫിർലി ഞാൻ ഇപ്പൊ ചെയ്ത ദുആ ആണ്. ഈ ദുആ നിങ്ങളെല്ലാം കേട്ടു. അതുകൊണ്ട് ദുആ കേൾക്കുന്നവരാ നിങ്ങളൊക്കെ എന്ന് പറയാൻ പറ്റുമോ? ഭാഷാപരമായിട്ട് വേണമെങ്കിൽ പറയാം. മുപ്പത് ദുആ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ദുആ എന്നതിന് ഉപയോഗിച്ച ഈ പദങ്ങൾ ബാഹ്യമായ പദങ്ങൾ, ഈ പദമല്ല യഥാർത്ഥത്തിൽ ദുആ. ഈ പദമില്ലെങ്കിലും ദുആ ഉണ്ട്. മിണ്ടാൻ കഴിയാത്ത ഒരാളും പ്രാർത്ഥിക്കുന്നുണ്ട്, ചുണ്ടനക്കാതെ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ഇബാദത്തിലും ഒരു ദുആ ഉണ്ട്. നോമ്പിൽ ദുആ ഉണ്ട്, ഉണ്ടോ? ദുആ അതാണ് ആരാധന. ഏത് ഇബാദത്തും ഇബാദത്താകണോ അതിൽ ദുആ വേണം. സ്വതക്ക ചെയ്യുമ്പോൾ അതിൽ ഒരു ദുആ ഉൾപ്പെടണം. ഓൻ ചൊല്ലിക്കോളുന്നില്ല, ഓൻ പ്രാർത്ഥിച്ചോളുന്നില്ല, പക്ഷെ ആള് കാണാൻ വേണ്ടി സ്വതക്ക ചെയ്തെങ്കിലോ സ്വതക്കാവൂല. പേരിന് വേണ്ടി കൊടുത്തെങ്കിലോ സ്വതക്കയാകൂല. കൂലിക്ക് വേണ്ടി കൊടുത്തെങ്കിലോ അള്ളാനെ കൂലിട്ടാൻ വേണ്ടിയാണെങ്കിലോ സ്വതക്കയാകും. അപ്പൊ അവിടെ ദുആ ഉണ്ട്. ഈ ദുആ ആര് കേൾക്കും? അല്ലാഹ് കേൾക്കും. നോമ്പിൽ ഒരു ദുആയുണ്ട്, നോമ്പിൽ ഒരു ദുആയുണ്ട്. നോമ്പ് നോക്കുന്ന ആൾ ഒരു അക്ഷരം തുറന്നിട്ടില്ലെങ്കിലും നോമ്പ് നോമ്പാവണോ ഒരു ദുആയുണ്ട്. ഏതോ ജമാഅത്തിന്റെ പുസ്തകം വായിച്ചിട്ട് ഒരുത്തം വിശ്വസിച്ചു നോമ്പ് നോക്കി ആരോഗ്യം കൂടും, അതുകൊണ്ടോ നോമ്പ് പറ്റൂ. അത് നോമ്പാവോ? ആകൂല, നോമ്പാവൂല. കാരണം ഓൻ നോറ്റെന്തിനാ? ആരോഗ്യം കൂടാനാണ്. ആരോഗ്യം കൂടിക്കോളും ചിലപ്പോ, ഇല്ലെങ്കിൽ അത് വെറുതായും ചെയ്തു. അതേസമയം റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി നോമ്പ് നോറ്റു, ലഅല്ലക്കും തത്തഖൂൻ, ആർത്ത് നോറ്റാലോ നോമ്പാണ്. അപ്പൊ ഏത് ഇബാദത്തിന്റെ ഉള്ളിലും ഒരു ദുആയുണ്ട്. ആരാധനയുടെ മജ്ജ പ്രാർത്ഥനയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഹദീസ് സ്വഹീഹല്ല, ആ ഹദീസ് മുഖുൽ ഇബാദത്ത് ഹദീസ് സ്വഹീഹല്ല. അപ്പൊ ദുആയാണ് എല്ലാ ആരാധനയുടെയും കാതലായ വശം. ആ ദുആ എല്ലാം കേൾക്കുന്നവൻ അല്ലാഹ് മാത്രം. ബാഹ്യമായി ഉപയോഗിച്ച പദങ്ങൾ ഒരു പക്ഷെ പലരും കേട്ടേക്കാം, എന്നാൽ ഖൽബിൽ നിന്നാണ് ദുആ വരിക. ഖൽബിൽ നിന്നാണ് ദുആ. ആ ദുആ ശ്രദ്ധിക്കാൻ, അത് കേൾക്കാൻ, ഉത്തരം ചെയ്യാൻ റബ്ബിന് മാത്രമേ കഴിയൂ. അല്ലാഹ് സമീഉ ദുആ ആണ്, ദുആ കേൾക്കുന്നവൻ. ഒരു മനുഷ്യനോ ഒരു മലക്കോ ഒരു ജിന്നോ ഒരു ആൾ ദൈവമോ ഒരു മറ്റേതെങ്കിലും ഒരാളോ ഒരു ദുആ കേൾക്കുമെന്ന് പറഞ്ഞാൽ സമീഉ ദുആ എന്ന അല്ലാഹുവിന്റെ സിഫത്തിൽ പങ്കുചേർക്കലായി മാറും. ദുആ ഒരാളും കേൾക്കില്ല, ദുആയുടെ പദങ്ങൾ കേട്ടേക്കാം. മാതാ അമൃതാനന്ദമയ്യന്റെ മുന്നിൽ ചെന്നിട്ട് കണ്ണ് കാണാത്ത മനുഷ്യൻ എന്റെ രണ്ട് കണ്ണിനും കാഴ്ച തരണേ എന്നയാൾ തേടി. ഈ തേട്ടത്തിനയാൾ ഉപയോഗിച്ച വാക്കുകൾ അമൃതാനന്ദമായി കേൾക്കും. ഇവന് ദുആ കേൾക്കാൻ കഴിയില്ല. ദുആ ഖൽബിലാണ്. ഒരുപക്ഷെ അവളെ മുമ്പ് പോയിട്ട് വേണമെങ്കിൽ അഭിനയിക്കാം, തോൽക്കണ പോലെ. ഒരു ഭക്തിയില്ല, അവരൊന്നുമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് തന്നെ വേണമെങ്കിൽ അവിടെ പോയിട്ട് അഭിനയിക്കാം. പിന്നെ ഉള്ളെന്താന്ന് അറിയാൻ അവർക്ക് കഴിയില്ല. തേട്ടം ഉള്ളിൽ നിന്നാണ്. അതുകൊണ്ട് തേട്ടത്തിന് ഉത്തരവും ആ അർത്ഥത്തിലാണ് വരേണ്ടത്, അതും റബ്ബിൽ നിന്നാണ്. അമൃതാനന്ദമായി ഇവന്റെ വിളി കേട്ടു. ഏത് വിളി? എനിക്ക് കണ്ണ് കാഴ്ച തരണം. ഓൻ പ്രാർത്ഥിച്ചാൽ സങ്കല്പിക്കാം. അമൃതാനന്ദമായി ദൈവമാണെന്ന് ദിവ്യത്വമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഭക്തൻ അവിടെ ചെന്ന് എന്റെ കണ്ണിന് കാഴ്ച തരണേന്ന് തേടി. ഓൻ വിചാരിച്ചത് എന്താ? അമ്മ ഒന്ന് തടവിയാൽ എന്റെ കാഴ്ച കിട്ടും, അമ്മ നോക്കിയാൽ എന്റെ കാഴ്ച കിട്ടും എന്ന നിലക്ക് ഓൻ പോയത് ചോദിച്ചത്. ഓന്റെ വിശ്വാസം ശിർക്കാണ്. ഓൻ ചോദിച്ച ചോദ്യം ദുആ ആണ്. അമ്മ ദുആ കേട്ടോ ചോദിച്ചാൽ ദുആ കേൾക്കാൻ കഴിയൂല. ഈ പദങ്ങൾ കേൾക്കും, ഈ പദമല്ല ദുആ. ആ പദത്തിനൊരു പക്ഷേ ബാഹ്യമായ പ്രതികരണവും കൊടുക്കും. ഇവൻ ദുആയിരുന്നു, ശിർക്കും ചെയ്തു. അമ്മക്ക് മനസ്സിലായി ഓൻ എന്റെ ഭക്തനാണ്. അമ്മ എന്ത് ചെയ്തു? ഒരു വെള്ള പേപ്പറിൽ ഒരു എഴുത്തുണ്ടാക്കിയിട്ട് ഓളെ ഹോസ്പിറ്റലിൽ പറഞ്ഞയച്ചു. അവിടെ ചെന്ന് ഫ്രീ ആയിട്ട് ഒരു ഓപ്പറേഷൻ ഒക്കെ നടത്തി രണ്ട് കണ്ണും മാറ്റി പുതിയ രണ്ട് കണ്ണും വെച്ചെടുത്തു. ഇനി വിട്ടോ, പൈസ ഒന്നും വാങ്ങാതെ. ആയത്ത് പൊളിഞ്ഞ
അള്ളാഹ് പറഞ്ഞ ദുആ ചെയ്താൽ കേൾക്കൂല, കേട്ടാ തന്നെ ഉത്തരം ചെയ്യൂല. ഞാൻ ദുആയിരുന്നു, കേട്ടു, ഉത്തരം കിട്ടി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കാഴ്ച തരണേ എന്ന അവന്റെ തേട്ടം ആ പദമല്ല പരിഗണിക്കപ്പെടുന്നത്. ഒരാളുടെ പദം എന്താണെങ്കിലും അയാൾക്ക് ആത്യന്തികമായ ഖൈറാണ് ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കാഴ്ച തരണേ എന്ന് ഓൻ തേടാൻ കാരണം എന്താ? കാഴ്ച കിട്ടൽ ഖൈറാണ് എന്ന ഓന ധാരണയാണ്. കാഴ്ച കിട്ടൽ ഖൈറല്ല എന്ന് മനസ്സിലായാലോ ഓൻ എന്ത് പറയും? എനിക്ക് കാഴ്ച തന്നെ വേണ്ട എന്ന് പറയും. പക്ഷെ ഇവന്റെ കണക്കിൽ കാഴ്ച കിട്ടൽ ഖൈറാണ്. അതുകൊണ്ട് ഖൈറ് തരണേന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം കാഴ്ച തരണേ അയാൾ തേടി. അയാൾക്ക് കാഴ്ച കൊടുക്കലാണോ ഖൈറ്, കൊടുക്കാതിരിക്കലാണോ ഖൈറ്? ആർക്കറിയുള്ളൂ? അല്ലാഹ്ക്കറിയുള്ളൂ. അതുകൊണ്ട് കാഴ്ച തരണേന്ന് മരിക്കുന്നവരെ ദുആ ചെയ്താലും ചില മനുഷ്യന്മാർക്ക് കാഴ്ച കിട്ടൂല. ദുആക്ക് ഉത്തരമില്ലാതായതല്ല, ദുആക്ക് ഉത്തരം കിട്ടിയതായിരിക്കാം. കാരണം കാഴ്ച ഓന് കൊടുത്താൽ ഓനത് ഖൈറല്ല. അപ്പൊ അല്ലാഹ് അത് കൊടുക്കൂല. അല്ലാഹ് കൊടുക്കൂല, കാഴ്ച കൊടുക്കൂല, ഖൈർ ഒരുപാട് കൊടുക്കും. ഖൈർ ഒരുപാട് കൊടുക്കും. നബി തങ്ങളുടെ തടവല് കൊണ്ട് കാഴ്ച കിട്ടിയ സ്വഹാബിയുണ്ട്. നബി മരിക്കുന്നവരെ അന്ധനായി ജീവിച്ച സ്വഹാബിയുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മക്തും മരിക്കണവരെ റസൂലിനെ കണ്ടിട്ടില്ല. കണ്ണുകൊണ്ട് നബി തങ്ങളെ കാണാത്ത സ്വഹാബി. അത് എത്ര താല്പര്യം ഉണ്ടാവും റസൂലിനെ കാണാൻ. റസൂലിനെ കൂടെ ജീവിച്ചിട്ട് ഒരു നോക്കൊന്ന് കാണാൻ എത്ര ആഗ്രഹം ഉണ്ടാവും. പക്ഷെ കാഴ്ച കിട്ടിയിട്ടില്ല. ഖൈർ എന്തോ അതാണ് അല്ലാഹ് കൊടുക്കുക. അതൊരു മനുഷ്യന്റെ ഭാവിഭൂത വർത്തമാനം അറിയുന്നവന് മാത്രമേ ആത്യന്തികമായ നന്മ എന്ത് എന്ന് മനസ്സിലാക്കി ആ നന്മ നിർവഹിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. അതാണ് ദുആക്കുള്ള ഉത്തരം. ഒരുത്തൻ പുഴയിൽ മുങ്ങി പഠിച്ചോനെ നിന്ന് ഓടിച്ച് പ്രാർത്ഥിച്ചു, ഓൻ മരിച്ചു. ദുആ വെറുതായോ? ഇല്ല. ഓന് ദുആക്കുള്ള ഉത്തരമായിരിക്കാം ഒരു പക്ഷേ ഓന്റെ മരണം. ഇപ്പൊ മരിച്ച ഷഹീദിന്റെ കൂലിയ തൗഹീദ് ഉണ്ട്. രക്ഷപ്പെട്ട് കരക്ക് വന്ന് 10 കൊല്ലം കൂടി ജീവിച്ചാൽ ഒരു പക്ഷേ ഓൻ ശിർക്ക് ചെയ്ത് കാഫിറായി മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ രക്ഷിക്കണേ എന്ന ദുആക്ക് ശരിയായ ഉത്തരം എന്താ? ഓനെ മുക്കല. അപ്പോഴേ സ്വർഗത്തേക്ക് എത്തുള്ളൂ. ഇത് കൊടുക്കാൻ അമൃതാനന്ദമായിക്ക് കഴിയില്ല. ഇത് കൊടുക്കാൻ മുഹീദ്ദീൻ ശൈഖിന് കഴിയില്ല. ഇത് കൊടുക്കാൻ ജിന്നിന് കഴിയില്ല. ഇത് കൊടുക്കാൻ മലക്കിന് കഴിയില്ല. ഇവൻ ചോദിച്ചെന്താണ്? വെള്ളത്തിൽ രക്ഷിക്കണേ തന്നെയാണ്. പക്ഷെ അതല്ല ഓന് ആവശ്യം. ഓന് ആവശ്യം വേറെയാണ്. ആ ആവശ്യം അറിഞ്ഞ് ആവശ്യം നിർവഹിക്കണം. അത് അല്ലാഹ്ക്കേ കഴിയൂ. അതുകൊണ്ട് അല്ലാഹ് ദുആ കേൾക്കൂല, കേട്ടാലും ഉത്തരം ചെയ്യില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് റബ്ബിന്റെ ഉത്തരം 3 രൂപത്തിൽ. ഒന്ന്, ചോദിച്ച കാര്യം കൊടുക്കും. ചിലപ്പോ ചോദിച്ച കാര്യം കൊടുക്കാൻ പറ്റൂല, അപ്പൊ ഒരു മുസീബത്ത് ഒഴിവാക്കി കൊടുക്കുന്ന നബി പറഞ്ഞത്. അതെന്തേ? മറ്റല്ലാഹ് കൊടുക്കാൻ കഴിയാത്തോണ്ടാ? അല്ല, കഴിയും. പക്ഷെ അവന് കൊടുക്കാൻ പറ്റും. അല്ലാഹ്ക്ക് അവനൊരു സ്നേഹമുണ്ട്. അതുകൊണ്ട് ഓനത് കൊടുത്തുകൂടാ. അപ്പൊ മുസീബത്ത് ഒഴിവാക്കി കൊടുക്കും. ചിലപ്പോ മുസീബത്ത് ഇല്ല ഓൻ നിശ്ചയിച്ചത്, അപ്പൊ ഒഴിവാക്കാൻ വകുപ്പില്ല. അല്ലെങ്കിൽ നിശ്ചയിച്ചപ്പെട്ട മുസീബത്ത് ഉണ്ട്, അത് ഒഴിവാക്കി കൊടുക്കാൻ വകുപ്പില്ല. അപ്പൊ എന്ത് ചെയ്യും? പരലോകത്ത് കൂലി കൊടുക്കും. ഇതുമില്ലെങ്കിൽ ദുആ വിഫലമായി പറയാൻ പറ്റില്ല. ഇനി നമ്മളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മൾ വീട്ടിൽ ഒരു വിളക്ക് എത്തിച്ചു. ഒരു കുട്ടി വന്നിട്ട് ആ വിളക്ക് പിടിക്കാൻ വന്നു. നമ്മൾ കൊടുക്കുവോ? ഇല്ല. കുട്ടിന്റെ കണക്കിൽ എന്താണ്? ഈ വിളക്ക് നല്ല സൗന്ദര്യമാണ്, ഒന്ന് പിടിച്ചു നോക്കിയാൽ എന്ത് രസം ഉണ്ടാവും. ഓൻ പിടിക്കാനാ വരുന്നത്, നമ്മൾ കൊടുക്കൂല. ഓൻ നമ്മളെ ചവിട്ടിയാലും കുത്തിയാലും ആക്രമിച്ചാലും മേത്തുക മൂത്രമൊഴിച്ചാലും കാട്ടിച്ചാലും ശരി, ഇത് നമ്മൾ കൊടുക്കൂല. പകരം ചിലപ്പോൾ മിഠായി കൊടുക്കും, മറ്റു പലതും കൊടുക്കും. കൊടുക്കാവുന്നതെല്ലാം കൊടുക്കും. ഓനതൊന്നും വേണ്ട. ഓൻ ആവശ്യം ഈ വിളക്കുള്ളൂ. എന്ത് കോപ്രായം കാണിച്ചാലും ഈ വിളക്ക് എന്ത് ചെയ്യൂല, നമ്മൾ കൊടുക്കൂല. ഇനി അഥവാ നമ്മൾ എന്താ പിടിച്ചോ എന്നിട്ടാണ് കൊടുത്താലോ 2 മിനിറ്റോട് കത്തിക്കരിഞ്ഞ് കുട്ടിയാണ് മരിക്കും. ഇത് കുട്ടിക്കറിയില്ല. കുട്ടിന്റെ കണക്കിൽ ഖൈറെന്താ? വിളക്കിട്ടില്ല. നമുക്കറിയാം അത് ഖൈറല്ല. കുട്ടി വിചാരിക്കാൻ എന്റെ വാപ്പാക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല, 1/2 മണിക്കൂറായി ഞാൻ കരണ് ഇന്ന് തന്നിട്ടില്ലല്ലോ. സ്നേഹം ഉണ്ടായിട്ടാ കൊടുക്കാത്ത. ഇതൊന്നും അല്ലാത്തൊരുത്തനാണ്, ഇതൊന്നും അറിയാത്ത ഒരു ബുദ്ധിയില്ലാത്തവനാണെങ്കിലോ കുട്ടി വിളക്ക് വെച്ചാൽ വിളക്ക് കൊടുക്കും. കുട്ടി പാമ്പിനെ ചോദിച്ചാൽ പാമ്പിനെ പിടിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ബുദ്ധിയില്ല. മനുഷ്യന്റെ ഖൈറും ശർറും മനസ്സിലാക്കി ആ ആത്യന്തികമായ ഖൈറിലേക്ക് എത്തിച്ചു കൊടുക്കൽ, അതാണ് ദുആക്കുള്ള ഉത്തരം. അത് റബ്ബിന് മാത്രമേ കഴിയൂ. റഖീബ് അതീദും ചെയ്യൂല. പിന്നെ റഖീബേന്ന് തേടിയാൽ, അതീദേന്ന് തേടിയാൽ റഖീബ് അതീദ് കേൾക്കൂലേ? ഈ പദങ്ങൾ കേൾക്കും. ഇനി ഓൻ ശിർക്ക് ചെയ്തു എന്ന് അറിയണമെങ്കിൽ, അത് രേഖപ്പെടുത്തി വെക്കണമെങ്കിൽ ഇവർ ദുആ ആണോ അല്ലേന്ന് റഖീബ് അതീദ് മനസ്സിലാവണ്ടേ? അതാണ് അവിടുത്തെ പോയിന്റ്. ദുആ ആണോ അല്ലേന്ന് മനസ്സിലായെങ്കിലല്ലേ ഓൻ ശിർക്ക് ചെയ്തു എന്നോ ഹറാമ് ചെയ്തു എന്നോ എഴുതി വെക്കാൻ പറ്റുള്ളൂ. അത് മുസ്ലിം പണ്ഡിതന്മാർക്ക് ചർച്ചയുണ്ട്.
പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഏറ്റവും പ്രാമാണികമായ അഭിപ്രായം അല്ലാഹു തആല അവർക്ക് പ്രത്യേകമായി ഒരു അറിയിപ്പ് നൽകുന്ന, പ്രത്യേകമായി അറിയിച്ചു കൊടുക്കും, ഓൻ ചെയ്ത് ശിർക്കാണ്, ഓൻ ചെയ്ത് ഹറാമാണ്, ആ വഴിക്ക് രേഖപ്പെടുത്താൻ. അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടത് എഴുതി വെക്കുന്നു. പിന്നെ റബ്ബ് അതിൽ വല്ല മാറ്റങ്ങളും വരുത്താതിരിക്കും റബ്ബിന് ഇഷ്ടം. ഏതായിരുന്നാലും സമീഉദ് ദുആ എന്ന് അള്ളാഹിനെ കുറിച്ച് അല്ലാഹു പ്രയോഗിച്ചിട്ടുണ്ട്. ദുആ കേൾക്കുന്നവൻ. അത് വേറൊരുത്തൻ ദുആ കേൾക്കുന്നവൻ എന്തായി? സമീഉദ് ദുആ അല്ലാഹ് മാത്രമല്ല, ഓനുണ്ട്. മുജീബുദ് ദുആ, ദുആക്ക് ഉത്തരം ചെയ്യുന്നവൻ അല്ലാഹ് മാത്രം. അത് ഇവനുണ്ടാലോ സിഫത്തിൽ പങ്കുചേർക്കലായി. അതുകൊണ്ട് അത് ശരിയല്ല. അസ്സലാമു അലൈക്കും. ലോകത്തുള്ള മുസ്ലിങ്ങളെ അങ്ങേയറ്റം വരെ പേടിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് സിർക്ക്, പ്രത്യേകിച്ച് മുജാഹിദീങ്ങൾ. അപ്പോ നമ്മളെ ഈ പ്രഭാഷണത്തിലൊക്കെ പിന്നെ സിർക്കിലേക്ക് വരുന്ന വിഷയങ്ങൾ വസീലത്ത് സിർക്ക് ഹറാമ് എന്ന് അറിഞ്ഞാണ്ട് ഒന്ന് സ്ട്രോങ് കുറക്കുമ്പോ ആ കുറ്റകൃത്യത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതിൽ നല്ല അതിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സിർക്ക് പറയലല്ലേ നല്ലത്. ഷിർക്കിലേക്കുള്ള വസീല എന്ന് പറയാതെ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ അത് ശ്രദ്ധ ഉണ്ടാകുമല്ലോ എന്നാണ്. ഷിർക്കായ സംഗതിയെ പറ്റി ഷിർക്കിലേക്കുള്ള വസീല എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ അത് സ്ട്രോങ് കുറക്കലാണ്. ഷിർക്കായ സംഗതിയെ പറ്റി ഷിർക്ക് എന്ന് തന്നെയാണ് അന്നും ഇന്നും നമ്മൾ പറയുന്നത്. ഷിർക്ക് അല്ലാത്ത എന്നാൽ ഷിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമുണ്ട്, അത് ഷിർക്കിലേക്ക് എത്തിക്കും എന്ന് പറയും. ഇനി ഷിർക്കിലേക്ക് എത്തിക്കാത്ത കാര്യമുണ്ട്, ഹറാമായത്, അതിനെക്കുറിച്ച് ഹറാം എന്ന് പറയും. ലോകത്തൊരുപാട് കള്ള് ഷാപ്പുണ്ട്, 10,000-കണക്കിന് മുസ്ലിമീങ്ങൾ കള്ള് കുടിക്കുന്നുണ്ട്. ഒരുത്തം വന്ന് പ്രസംഗിച്ചു മദ്യപാനം ഷിർക്കാകുന്നു. അയാൾ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു, നാട് നീളെ ഇറങ്ങി സ്റ്റേജ് കെട്ടി എല്ലാ സ്ഥലത്തും പ്രസംഗിച്ചു മദ്യപാനം ഷിർക്കാകുന്നു. അപ്പൊ വേറൊരുത്തർ ഇറങ്ങി മദ്യപാനം ഷിർക്കല്ല ഹറാമാണ്. ആ ചങ്ങായി, ഞാനിത് പറഞ്ഞിട്ടിപ്പോ വലിയ മാറ്റമുണ്ട്, ഇതിപ്പോ വന്നു കാണിപ്പോ ഷിർക്കല്ലാണ്ട് എന്തിനാപ്പോ കട്ടക്കാലം, ഷിർക്കാന്ന് പണ്ട് എത്ര മനുഷ്യന്മാരെ കുടി നിർത്താൻ പോകുന്നു, അപ്പോഴാജ് ഇറങ്ങിയിട്ട് ഹറാം എന്ന് പറഞ്ഞത് അവിടെ ജാ കുഴപ്പമുണ്ടാക്കി തന്നാലോ. അതാണ് ഇപ്പൊ സംഭവിച്ചത്. ഷിർക്കല്ലാത്തിനെ ഷിർക്കാണ് എന്ന് വ്യാഖ്യാനിക്കുകയും അത് നാട് നീളെ ക്യാമ്പയിനും അല്ലാതെയുമായി പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, അത് ഷിർക്കല്ല കൂട്ടരെ, ഷിർക്കിലേക്കുള്ള വസീലയാണ്. അപ്പൊ എന്താ ഷിർക്കിന്റെ ഗൗരവം കുറക്കുകയാണ്. നമ്മുടെ ഇഷ്ടത്തിന് ദീനിൽ നിയമം മാറ്റാൻ പറ്റില്ല. അല്ലാഹും റസൂലും ഷിർക്ക് എന്ന് എന്തിനെ കുറിച്ചെല്ലാം ഏതെല്ലാം മാനദണ്ഡത്തിൽ പഠിപ്പിച്ചുവോ അതെല്ലാം ആ അർത്ഥത്തിൽ ഷിർക്ക് തന്നെ. ഷിർക്കിന് പറയാത്ത കാര്യം ഉണ്ടാകും, ഷിർക്ക് ആവാത്ത കാര്യം ഉണ്ടാകും, പക്ഷെ ഷിർക്കിലേക്ക് വഴിവെക്കും. അത് ഷിർക്കിലേക്ക് വഴിവെക്കുമെന്നേ പറയേണ്ടതുള്ളൂ. ഒരു കാലത്ത് ഖബർ സിയാറത്ത് പാടില്ല എന്ന് പറഞ്ഞു, ഷിർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞു? അന്ന് ഖബർ സിയാറത്ത് ഷിർക്കിലേക്കുള്ള വഴിയായിരുന്നു. എന്നാ ഷിർക്ക് എന്ന് പറഞ്ഞുകൂടെ അന്ന് പറയാൻ പറ്റില്ല. ഷിർക്കും തൗഹീദും മാറൂല. ഞാൻ നേരത്തെ പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞ ഓർമ്മ വേണം. ഷിർക്കും തൗഹീദും ആദം നബി മുതൽ സ്വീകരിച്ചു പോന്നാണ്. അതിൽ പുതിയ നിയമമില്ല, അതിൽ മാറ്റേണ്ടതില്ല. അന്ന് ഷിർക്കായതാണ് എന്നും ഷിർക്ക്. അതുകൊണ്ട് ഖബർ സിയാറത്ത് ഷിർക്ക് നബി ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അതിനെ പറയാൻ വകുപ്പില്ല. ഷിർക്കിലേക്ക് എത്തിക്കുന്നു പറയാം, അത് എത്തിക്കുന്നിടത്ത് പറയാൻ പറ്റുള്ളൂ. എത്തിച്ചോടത്ത് നബി പറഞ്ഞു. പിന്നെ എത്തിക്കൂല കണ്ടപ്പോഴോ ഖബർ സിയാറത്ത് ചെയ്തോളൂ എന്നും പറഞ്ഞു. ഇന്നിപ്പോ ഏൽപ്പിക്കാൻ്റെ സിയാറത്ത് ടൂറിന്റെ വണ്ടി പോവുക. ഒരുത്തൻ പറഞ്ഞു, ഞാൻ എന്നാലും 4 ദിവസം ആ വണ്ടി ഒന്ന് പോട്ടെ, ഞാൻ സിയാറത്ത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, വേറെ ഒരു ഉദ്ദേശം എനിക്കില്ല. നമ്മളെന്താ പറയാ, സിയാറത്ത് ഉണ്ട് പക്ഷെ ആ വണ്ടി പോണ്ട. കാരണം എന്താ, ഷിർക്കിലേക്കുള്ള വഴിയാണ്, ഷിർക്കിലേക്കുള്ള വഴിയാണ്. 4 ദിവസം ഓന്റെ വണ്ടി അവൻ കറങ്ങി വന്നാൽ വരുമ്പോഴേക്ക് ഓൻ തെയ്യും 1-ാം നമ്പർ ഷിർക്കിന്റെ വക്താവായി മടങ്ങി വരും. അത് ഷിർക്കിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് ആ വണ്ടി പോലെ ഷിർക്ക് അറിയാൻ പറ്റുമോ? ആ വണ്ടി പോലെ ഷിർക്ക് അത് മറ്റൊന്ന് പറയാ, എന്താ അത് പറയണത് എന്ന് ചോദിക്കണ്ടേ? അത് ചോദിക്കണ്ടേ? മറ്റോൻ പറയാം ഈ വണ്ടി പോലെ ഷിർക്കിലേക്കുള്ള വഴിയാണ്. അപ്പൊ മറ്റോൻ പറയുന്നത് ജന ഗൗരവം കുറക്കാണ് ഷിർക്ക് എന്ന് പറഞ്ഞാളെ. ആ വണ്ടി പോലെ ഷിർക്കാണോ? അല്ല. പക്ഷെ വണ്ടി പോയ ഒന്നെയും ഷിർക്കിൽ ചെന്ന് ചാടും. അതാണ് ഷിർക്കിലേക്കുള്ള വഴി, വസിയത്തു ഷിർക്ക്. അപ്പൊ വസിയത്തു ഷിർക്കിനെ പറ്റി വസിയത്തു ഷിർക്ക് എന്ന് പറയണം, ഹറാമിനെ കുറിച്ച് ഹറാമ് എന്ന് പറയണം, കറാഹത്തിനെ കുറിച്ച് കറാഹത്ത് എന്ന് പറയണം, ജായിസിനെ കുറിച്ച് ജായിസ് എന്ന് പറയണം. നമ്മളെ വക ഷിർക്കല്ലാത്ത ഷിർക്കാക്കാനോ ഹറാമിനെ ഹലാലാക്കുവാനോ ഹലാലിനെ ഹറാമാക്കുവാനോ നമുക്കെന്തില്ല, വകുപ്പില്ല. അതുകൊണ്ട് പ്രമാണങ്ങൾ ഏതിനെ കുറിച്ചെല്ലാം ഷിർക്ക് എന്ന് പറഞ്ഞോ അതെല്ലാം ഷിർക്ക് തന്നെ. എനിക്ക് ചോദ്യത്തിൽ അപ്പുറം ഒരു നിർദ്ദേശമാണ് പറയാനുള്ളത്. ഇത് ഈ സംഘടന തെരഞ്ഞെടുപ്പ്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ആ സമയത്തേക്ക് പിന്നോട്ട് പോയാൽ നമുക്ക് ബോധ്യമാവും. കാരണം CP സലീമിനെ പോലെ അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ അൻസാരിയെ പോലെയുള്ള ആളുകളെല്ലാം അവരൊരിക്കലും ഈ ജിന്ന് വിവാദ വിഷയങ്ങൾ പ്രസംഗിച്ചിട്ടില്ല. പക്ഷെ ISMന്റെ ഭാരവാഹി എല്ലാഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ സംഘടനയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുകയും
അദ്രമാൻ അൻസാരി, നബിൽ രണ്ടത്തണിയെ പോലെയുള്ളവരെല്ലാം മുൻകാലങ്ങളിൽ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിട്ട് പോലും തഴയുകയും അതേപോലെ തന്നെ നമ്മുടെ ശാഖാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ പ്രത്യേകമായൊരു നിർദ്ദേശം കൊടുത്തു. ISMന്റെ ഏതെങ്കിലും ഭാരവാഹിത്വമുള്ള ആളുകൾ ശാഖയിലെ എക്സിക്യൂട്ടീവിൽ പോലും കടത്തരുത് എന്ന് നിർദ്ദേശം എഴുതി കൊടുക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡോക്ടർ സുൽഫീഖർ അലി, ISMന്റെ വൈസ് പ്രസിഡന്റ്, അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറി ആക്കി തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതിന്റെയൊക്കെ മുന്നോടിയായിട്ട് ജാമിയ നദിവയിൽ യോഗം വിളിക്കുകയും സംസ്ഥാന കൗൺസിലർമാരെ മൊത്തത്തിൽ അങ്ങോട്ട് വിളിച്ച് അവിടെ രഹസ്യമായി നടത്തിയ ഒരു യോഗം അത് റെക്കോർഡ് ചെയ്ത് കാസറ്റ് ഇറക്കി മടവൂരികളുടെ കൈകൾ കൊടുക്കുകയും അവർ നമ്മുടെ വീടുകളിലെല്ലാം എത്തിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായി തെരഞ്ഞെടുപ്പിന് മുമ്പായി. അപ്പോ ഇത് തൽക്കാലം ഈ ജിന്ന് വിഷയത്തിലേക്ക് കൊണ്ടുവന്ന്, കാരണം അല്ലെങ്കിൽ നമുക്ക് ഈ വിഷയം പഠിക്കാനുള്ള അവസരം കിട്ടിയെങ്കിലും ഇത് യഥാർത്ഥത്തിൽ അങ്ങോട്ടല്ല ചിന്തിക്കേണ്ടത്, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമില്ല എന്നാണ് എന്റെ ചോദ്യം. സംഘടനാപരമായി ഉണ്ടായ ഒരുപാട് അപാകതകളോ അതല്ലെങ്കിൽ ചില കളികളോ അതിലേക്കാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ശ്രദ്ധ തിരിക്കേണ്ടത്. അത് പൊളിയോന്ന് കാണുമ്പോഴാണ് ഇത്തരം ചില വിവാദങ്ങൾ എടുത്തിട്ടത്. പൊതുവെ രാഷ്ട്രീയക്കാരൊക്കെ ഒരു തന്ത്രം ഉണ്ടല്ലോ, ഒരു സംഗതി അങ്ങനെ വിവാദമാകാൻ പോകുന്നുണ്ട് എന്ന് കണ്ട അപ്പൊ വേറെ എന്താണ് പൊട്ടിക്കും, അപ്പൊ പിന്നെ 4 ചായ്മ കൂടിക്കോളും, അപ്പോഴേക്ക് ഇതാണ്ട് വലിക്കാം എന്ന് പറഞ്ഞതുപോലെ ഉള്ളൊരു കളിയാണ് ഇവിടെയും നടന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കറിയാം, നമുക്കൊക്കെ വന്ന സർക്കുലർ, ആ സർക്കുലറിൽ ഈ കാലം വരെ ഇല്ലാത്ത പുതിയ ചില നിബന്ധനകൾ വന്നു. അതിൽപ്പെട്ട ഒന്നാണ് അയ്യൂബ് പറഞ്ഞ, പിന്നെ ISMലോ MSMലോ ഭാരവാഹിത്വമുള്ള ഒരാളെ KNMന്റെ ശാഖ എക്സിക്യൂട്ടീവിൽ പോലും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ 40 വയസ്സിന് താഴെയുള്ള ഒട്ടുമിക്ക ആളുകളും അതോടുകൂടി ചെയ്തു KNMന്റെ എക്സിക്യൂട്ടീവ് ഔട്ടായി. നമ്മളൊക്കെ ഒരേ സമയത്ത് ISMന്റെയും KNMന്റെയും വളരെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ച ആളുകൾ നമ്മൾ കൂട്ടി ഇഷ്ടംപോലെ ഉണ്ടാവും. ഒരു നാട്ടിൽ കാണാൻ KNM സെക്രട്ടറി പോകാൻ തന്നെ ISM സെക്രട്ടറി പോകാൻ തന്നെ അങ്ങനത്തെ മനുഷ്യൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഓരോ കഴിവുണ്ടാകാം. അതുകൊണ്ട് അതേസമയം അതിൽ നിന്ന് മാറി അവിടെ ഇവരാരും KNM എക്സിക്യൂട്ടീവ് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. KNM ശാഖ എക്സിക്യൂട്ടീവ് ആണല്ലോ മണ്ഡലം ജനറൽ ബോഡി. ഈ എക്സിക്യൂട്ടീവിൽ 40 വയസ്സിന് താഴെയുള്ളതൊക്കെ പോയപ്പോ പിന്നെ മണ്ഡലത്തിൽ എത്തിയപ്പോൾ ആരുമില്ല, അല്ലാത്ത കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതിൽ നിന്നാണ് പിന്നെ ജില്ലയിലേക്ക് പോണത്, അവിടുന്നാണ് സ്റ്റേറ്റിലേക്ക് പോണത്. അപ്പൊ സ്റ്റേറ്റിലേക്ക് എത്തിയപ്പോഴേക്ക് എന്ത് ചെയ്തു, ഈ സൈസൊക്കെ കണ്ട് ഒഴിവായി കിട്ടിയ ഒരു ടീമായിട്ട് സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്തു, ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. പക്ഷെ അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി കൂടെ നമുക്ക് കിട്ടേണ്ടതുണ്ട് എന്ന് ആദ്യേ കണ്ടുവെച്ച ആളായിരുന്നു ഈ പറഞ്ഞ ഡോക്ടർ. മൂപ്പര് ISMന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. ഇലക്ഷൻ നടക്കുമ്പോൾ ഈ മാനദണ്ഡം പാലിക്കാതെ അദ്ദേഹത്തെ KNMക്ക് എടുത്തു, KNMന്റെ ശാഖ എക്സിക്യൂട്ടീവ് എടുത്തു, മണ്ഡലം ജില്ലയും വഴി കടന്നു പോയിട്ട് സംസ്ഥാന സെക്രട്ടറി ആയി. KNMന്റെ സംസ്ഥാന സെക്രട്ടറി ആയി, ISMന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. അപ്പൊ അതിന് പ്രശ്നമൊന്നുമില്ല. ഇനി നോക്കെ ഇപ്പോ ഈ ISM MSMനെ പിരിച്ചുവിടുന്നതിന് 2 ആഴ്ച മുമ്പ് നമുക്ക് സർക്കുലർ വന്നു. എന്താ ഉണ്ടായിരുന്നത്, ISM MSM MGM സ്വതന്ത്രമായി ഒരു പ്രവർത്തനവും നടത്താൻ പാടില്ല, ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുമായി എല്ലാവരും മുമ്പോട്ട് നീങ്ങണം. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പോലെ പിരിച്ചുവിട്ടു. പിന്നെ ഈ സർക്കുലർ എന്തിനായിരുന്നു, ഇന്നലെ അഡ്വക്കേറ്റ് കമ്മിറ്റി വേറെ ഉണ്ടാക്കി. അപ്പൊ ഞാൻ സർക്കുലർ പ്രകാരം എന്താ വേണ്ടത്, പുതിയ ISM MSM ഒന്നും ചെയ്യാൻ പാടില്ല, പിരിച്ചിട്ടതിലും പോയി. പുതിയതുണ്ടാക്കി അഡ്വക്കേറ്റ് കമ്മിറ്റി നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയപ്പെടുന്ന ISM MSM MGM ഓലൊരു പണിയെടുക്കാൻ പാടില്ല എന്ന സർക്കുലർ വാക്കിയുണ്ടല്ലോ. പിന്നെ എങ്ങനെ ഓലൊരു ബദൽ പ്രോഫ്കോൺ കോഴിക്കോട് പ്രഖ്യാപിക്കാം? കഴിഞ്ഞ മാർച്ചിലെ പ്രോഫ്കോൺ കഴിഞ്ഞ് പിരിയുമ്പോ 17 കൊല്ലമായി മാർച്ചിലെ 2ാമത്തെ വെള്ളി, 2ാം ശനി, 2ാം ഞായർ ദിവസങ്ങളിൽ പ്രോഫ്കോൺ നടന്നുകൊണ്ടേയിരിക്കുന്നു. 17 കൊല്ലമായി ഡേറ്റ് എന്നും ഒന്നാം മാർച്ചിലെ 2ാം വെള്ളി, 2ാം ശനി, 2ാം ഞായർ, ആ വെള്ളി ശനി ഞായറാണ് പ്രോഫ്കോൺ നടക്കാറുള്ളത്. കഴിഞ്ഞ വർഷത്തെ പ്രോഫ്കോൺ അവസാനിക്കുമ്പോൾ തീരുമാനിച്ചതാ അടുത്ത പ്രോഫ്കോൺ മാർച്ച് 8, 9, 10. ISM MSM സ്വന്തമായി ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും പിന്നെ പിരിച്ചുവിടുകയും പിന്നെ അഡ്വക്കേറ്റ് കമ്മിറ്റി ഉണ്ടാക്കുകയും ചെയ്തെങ്കിലും ആ അഡ്വക്കേറ്റ് കമ്മിറ്റിക്ക് പ്രോഫ്കോൺ നടത്താൻ പറ്റുമോ? പറ്റൂതല്ലോ. KNM സർക്കുലർ ഉണ്ട്, ISM MSM സ്വതന്ത്രമായി ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ എങ്ങനെ പ്രോഫ്കോൺ വന്നു? പിന്നെ എങ്ങനെ വിജ്ഞാനവേദികൾ മറ്റും അപ്പുറത്ത് സംഘടിപ്പിക്കുന്നു? അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊക്കെ എന്താണ്, താല്പര്യങ്ങൾ മറ്റൊന്നായിരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം അടിയെന്താ, താഴ്വത്തരംഗത്ത് നമുക്ക് ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാന്ന. അപ്പൊ എല്ലാവരും ചെയ്യാൻ പാടില്ല, അവൻ ഉണ്ടാൻ പാടില്ല, അപ്പം വരാൻ പാടില്ല, താഴ്വത്തരംഗത്ത് ഒന്നിച്ച് പോവുകയും ചെയ്യാന്ന് പറയും ചെയ്യാം. അപ്പൊ ഇതൊക്കെ ചില ആളുകളുടെ കുതന്ത്രങ്ങൾ നമ്മുടെ നേതാക്കന്മാർ തിരിച്ചറിയാതെ പോവുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് അവരെ മുമ്പിൽ വെച്ചിട്ട് പിൻസീറ്റിൽ നിന്ന് ചെയ്യാൻ ഡ്രൈവ് ചെയ്യാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്.
മുമ്പിൽ നിൽക്കേണ്ടവർ രോഗികളായി സുഖമില്ലാതെ വളരെ വിഷമത്തിലേക്ക് എത്തിയപ്പോൾ ആ ഒരു ചാൻസ് ഉപയോഗപ്പെടുത്തി പിൻ സീറ്റ് ഡ്രൈവിംഗ് അതാണ് പിന്നെ നടന്നത്. പേരെന്തായി? സ്റ്റേജ് വരുമ്പോൾ നേതാക്കന്മാരൊക്കെ മുമ്പിലുണ്ട്. എടുക്കുന്ന പണിയൊക്കെ ഈ നമ്മൾ നേരത്തെ മറ്റൊരെ പറ്റി പറഞ്ഞാൽ തന്നെ 4 ആളാണ് എല്ലായിടത്തും ഉള്ളത്. മടവൂരാളെ പറ്റി പറഞ്ഞ് 10 കൊല്ലം പ്രസംഗിച്ച് 4 ആള്, ഇവിടെ ഇപ്പൊ പ്രസംഗിക്കാന് 4 ആള്, മറ്റൊരൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വന്നിരിക്കുക. അപ്പൊ ആളുകൾക്ക് എന്താ, നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ എങ്ങനെ ഉണ്ടെങ്കിൽ ഇനിയിപ്പം നമുക്ക് ആലോചിക്കാന് എന്താ. ഇവരൊക്കെ യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് ഇതിന് കരുവാക്കി എന്നതാണ് യാഥാർത്ഥ്യം. KNM സംസ്ഥാന സെക്രട്ടറിമാരായ നമ്മുടെ പറപ്പൂര്, നമ്മുടെ കോട്ടക്കൽ പ്രദേശത്ത് എന്നും പറപ്പൂര് നേതൃത്വത്തിന് കീഴിലാണ് ഇതെല്ലാം പോകുന്നത്. പറപ്പൂരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ടാണ് ഇവിടെ എന്നും പ്രവർത്തനം നടന്നിട്ടുള്ളത്. ആ പറപ്പൂര് എങ്ങനെ ഇപ്പൊ സ്വീകാര്യം അല്ലാതായി മാറി? പറപ്പൂര് എവിടെ ജിന്ന് പറഞ്ഞേക്കണോ? പറപ്പൂര് എവിടെ സിഹിർ പറഞ്ഞേക്കണോ? എവിടെ ശൈത്താൻ പറഞ്ഞേക്കണോ? ഇല്ല. ആ പറപ്പൂര് ഒന്നും അല്ലാതായി മാറി. പറപ്പൂര് അറിയാതെ ജാമിയ സലഫിയുടെ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റി. അദ്ദേഹം കൂടി അറിഞ്ഞിട്ടില്ല. അദ്ദേഹം പോലും അറിയാതെ ജാമിയ സലഫി സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി. പേപ്പറിൽ ന്യൂസ് വരിക, ജാമിയ സലഫിക്ക് പുതിയ ഭാരവാഹികൾ. പറപ്പൂര് വീട്ടിൽ നിന്ന് പത്രം വായിക്കുമ്പോ സെക്രട്ടറി മാറി നാം ഉപയോഗിക്കുന്നത്. ഇതെന്തിനായ? അത് നമ്മുടെ ജിന്നും സീറൊന്നും അല്ല പ്രശ്നം. കുറച്ചാള് ആദ്യം ഇവിടെ ഒരു വരച്ചിട്ടുണ്ട്. ഓരൊക്കെ നമുക്ക് കണ്ണിലെ കരടാണ്. അപ്പൊ ഓരോ തൽക്കാലം മാറിക്കണം. എന്നിട്ടെങ്കിൽ നമുക്കിത് വിചാരിച്ച പോലെ നിൽക്കണം. അതിന് ഏറ്റവും അത് മനസ്സിലാക്കിയ ഏറ്റവും നല്ല സാധനമാണ് ഇപ്പൊ പുതിയ ഇസ്ലാഹി നൽകിയിട്ടുണ്ട്. പ്രമാണങ്ങളിൽ നിന്ന് പ്രമാണിമാരിലേക്ക് ഇനി എത്ര ദൂരം എന്ന തലവാചത്തോടു കൂടി പുതിയ ഇസ്ലാഹുണ്ട്, കൗണ്ടറിലുണ്ട്. നിങ്ങളൊക്കെ അത് വാങ്ങണം, അത് വായിക്കണം. അപ്പൊ നമ്മൾ യാഥാർത്ഥ്യങ്ങൾ അറിയാതെ ഓൻ ജന്നൂരിയാണ്, ഇവൻ ജന്നിന്റെ ആളാണ്, ഓൻ ഷിർക്കിലാണ്, ഇവൻ തൗഹീദില്ല, അവിടെ നമുക്കൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞ് യാഥാർത്ഥ്യങ്ങൾ അറിയാതെ നാം തെറ്റിദ്ധരിക്കുകയും അകലുകയും ചെയ്തുകൂടാ. അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറഞ്ഞുവെന്ന ഒരു കുറ്റം മാത്രമേ ഈ പറയപ്പെട്ടതൊക്കെ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ രാജാവിന്റെ തുണി കഴിച്ചിട്ടില്ല. രാജാവിന്റെ തുണി കുട്ടി കഴിച്ചതല്ല. രാജാവ് നഗ്നനാണെന്ന് മറ്റോ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഓനോട് ദേഷ്യായി എന്ന് മാത്രമേ സംഭവിച്ചുള്ളൂ.